എന്നോട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 3 കാലഘട്ടം ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയി. കാര്യം ഒരു ആദ്യം പ്രായമായിട്ടുള്ളത് വീക്കായിട്ടുള്ള ഒരു സമയം, പിന്നെ അതിലോട്ട് പോകുന്ന ഒരു പിന്നെ യങ് ആയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, അതായത് പടത്തിന്റെ ഷൂട്ട് തുടങ്ങിയ സമയം പ്ലാൻ ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഏറ്റവും അവസാനത്തെ വീക്കായിട്ടുള്ളത് തുടങ്ങുന്നു, പിന്നെ മിഡ്, പിന്നെ ചെറുപ്പത്തിലോട്ട് പോകും. പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ നല്ലപോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി ഒന്നാ ഒരു വ്യത്യാസക്കാരി ഷർട്ടില്ലാതൊക്കെ കുറെ സീനുണ്ട്. അപ്പൊ അതിനകത്ത് മനസ്സിലാവും ആൾക്കാർക്ക് ഇതേ ഇത് മറ്റേ നരം മാത്രം ഇട്ട് വന്ന് നിൽക്കാനുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം കഴിച്ച് തുടങ്ങി കഴിയുമ്പോൾ രാവിലെ ചിലപ്പോ 6:00 അല്ലെങ്കിൽ സമയത്ത് എത്തണം. എവറിഡേ ഒരു 5 o'clock മുമ്പ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്, ഭക്ഷണവും എല്ലാം കട്ട് ചെയ്തു, ഷുഗറും അങ്ങനെയുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പൊ അത് കാണുമ്പോൾ അറിയാം തുടക്കത്തില് എന്റെ ശരീര വ്യത്യാസം തീരുന്ന സമയത്ത്. പക്ഷെ ഇതെല്ലാത്തിനും കൂടി നമുക്കാകെ 30 അല്ല 45 ദിവസം ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ളൂ. ഇതില് വരുത്തം വേണം. അപ്പോ 25 എനിക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്ന ആ ഷെഡ്യൂൾ ബ്രേക്ക് കിട്ടിയത് ഒരു ബാക്കി. എനിക്ക് അത്രയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അവനാണെങ്കിൽ അവന്റെ പാടറിയാം. എങ്ങനെയെങ്കിലും ഈ പറയണ കോൺസെപ്റ്റ് ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല. പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇത് ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എന്നെ ആൾക്കാർ ഏറി തൂക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പരമാവധി ഭക്ഷണത്തിന്റെ രീതിയിൽ ഉറക്കം കുറച്ചിട്ടായാലും വീക്കാവാത്ത രീതിയിലെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡബ് ചെയ്യാൻ വന്നപ്പോ അഖിൽ എന്നോട് ചോദിച്ചു, ഇത്രയും കൊണ്ടുവരുന്നുണ്ടായിരുന്ന. അപ്പൊ അങ്ങനെ കുറെ കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാഹുബലിയാണത്. നമുക്ക് കിട്ടണ വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രമിച്ച തോന്നിയായിരുന്നു കണ്ടപ്പോ. എപ്പോഴും നല്ല ബോഡി ഫിറ്റ്നസ്. അപ്പൊ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല ഒരു കഥാപാത്രം ഷോർട്ട് ടൈമില്. ആ ഷോർട്ട് ടൈമിൽ അത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്.